അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും നൗഷാദിനെ ഇങ്ങനെ കേൾക്കുമ്പോഴും കാണുമ്പോഴും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആകെ വഴിവയച്ചിക്കണം. ഇപ്പം ആകെ വഴിവയച്ചു എന്ന് മാത്രമല്ല, ആകെ കുടുങ്ങി കിടക്കുകയാണ്. വട്ടൂരികളാകെ വട്ടൂരി കിടക്കുക തന്നെയാണ്. ഇപ്പോൾ ആകെ വട്ടൂരി കിടക്കുക എന്ന് പറഞ്ഞാൽ ആകെ വട്ടൂരി കിടക്കുകയാണ്. ഏതായാലും ഇപ്പോൾ തദ്ബീർ ചെയ്യുന്ന ആളെ സംബന്ധിച്ച സംസാരം, ലോകം മുഴുവൻ തദ്ബീർ ചെയ്യുമ്പോൾ പിന്നെ ഇനി അവനാൻ്റെ കാര്യത്തിൽ തദ്ബീറിൽ പ്രശ്നം വരാൻ പാടില്ലല്ലോ. സ്വന്തം കാര്യത്തിൽ തദ്ബീറിൻ്റെ കാര്യം പ്രശ്നം വരാൻ പാടില്ലല്ലോ. അതൊന്നും പറയുന്നുണ്ടെന്ന് കേട്ടു നോക്കുക. ലോകം മുഴുവൻ തദ്ബീർ ചെയ്യുന്നവർക്ക് അവരുടെ കാര്യം തദ്ബീർ ചെയ്യാനാണോ പ്രയാസം? അതിനൊരു പ്രയാസം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എന്താ, ലോകം മുഴുവൻ തദ്ബീർ ചെയ്യുമ്പോൾ അവനാൻ്റെ കാര്യത്തിൽ തദ്ബീർ ചെയ്യാൻ പ്രയാസം വരാൻ പാടില്ലല്ലോ. ഇതിപ്പോൾ ആശാരിപ്പണി പോലെ അല്ലല്ലോ. ആശാരിയാൾ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ വീടിൻ്റെ കട്ടിലെയും വാതിലും പിന്നെ അതുപോലെ തന്നെ ഉത്തരവും കൗക്കോലും ഒക്കെ റെഡിയാക്കി കൊണ്ട് കിടക്കും. പക്ഷെ ഓൻ്റെ പേരൻ്റെ ഉത്തരം ചതിലൊടിച്ചതോ കണ്ടിട്ടുണ്ടാവില്ല. ആശാരി ഓൻ്റെ പേരൻ്റെ ഉത്തരം ചതിലൊടിച്ചതും കണ്ടിട്ടുണ്ടാവില്ല. ഓൻ്റെ പേരൻ്റെ കൗക്കോല് ചതിലൊടിച്ചത് കണ്ടിട്ടുണ്ടാവില്ല. അത് അതേമാതിരി കിടക്കുന്നുണ്ടാവും. എന്നാൽ നാട്ടിൽ കൂടിയുള്ള കട്ടിലും വാതിലും ജനലും പിന്നെ ഉത്തരം ഒക്കെ റെഡിയാക്കി കൊണ്ട് കിടക്കുന്നത് ആരാണ്? ഈ ആശാരിയാണ്. എന്നതുപോലെ ഇപ്പം ഇവൻ്റെ ലോകം മുഴുവനും തദ്ബീർ ചെയ്യുന്ന ഷെയ്ഖിനിക്ക് അവനാൻ്റെ കാര്യത്തിൽ തദ്ബീർ ചെയ്യാൻ കഴിയാതെ വന്നു. അവനാൻ്റെ കാര്യം തദ്ബീർ ചെയ്യാനാണോ പ്രശ്നമെന്നാണ് നൗഷാദ് ചോദിച്ചത്. എങ്കിലും സ്വന്തം അവനാൻ്റെ കാര്യത്തിൽ തദ്ബീർ ചെയ്യാൻ മറന്നുപോയി. അതാണിപ്പോൾ കാണുന്നത്. നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൻ്റെ തലമക്ക്, ഓൻ്റെ തല കണ്ടു കഴിഞ്ഞാൽ, ഹെലികോപ്റ്റർ കണ്ടു കഴിഞ്ഞാൽ എയർപോർട്ടാണെന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോവും. ഒറ്റ മുടി നെറും തലയിലില്ല. അത് വിമാനത്താവളമാണ് വെച്ചിട്ട് ഇറങ്ങി, ഹെലികോപ്റ്റർ ഇറങ്ങിയിരിക്കും ചിലപ്പോൾ നമുക്ക്. അത് തദ്ബീർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഓൻ്റെ ഷെയ്ഖിന് അത് തദ്ബീർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഷെയ്ഖിൻ്റെ കോലാണ്, ഷെയ്ഖിൻ്റെ തലയാണ് കാണുന്നത്. ഇത് വെറുതെ പറഞ്ഞതല്ല വൈലത്തൂർ തങ്ങൾ പറഞ്ഞതേ. വൈലത്തൂർ തങ്ങൾ വെറുതെ പറഞ്ഞല്ല, ഇടയ്ക്കിടയ്ക്ക് വൈലത്തൂർ തങ്ങൾ പറയണമെന്ന് കേൾക്കുന്നത് നല്ലതാണ്. അല്ല, അത് ഞാൻ അവരോട് എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ ഇയാളെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ സമസ്തന്റെ ആൾക്കാരും വിശ്വേസിന്റെ ആൾക്കാരും ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ കാട്ട് കള്ളനാണ്. അതിന് ലത്തീഫ് സാഹിദിക്കൊക്കെ അറിയല്ലോ, കുരുവട്ടൂര് മുസ്ലിയാർക്ക് അറിയല്ലോ, ഞാനാണ് പറഞ്ഞിരിക്കണെന്നുള്ളത്. കൂറ്റമ്പാറബർക്കൊക്കെ അറിയല്ലോ, ആദ്യമായിട്ട് പറഞ്ഞ ആള് ഞാനാണെന്നുള്ളത്. കുരുവട്ടൂര് ആഫിദ് കള്ളൻ, ലോക കള്ളനൊക്കെ കാട്ട് കള്ളനാണ്. എങ്ങനെ കാട്ടുകള്ളം മാത്രമല്ല, ലോകകള്ളനാണ്. ആരറിയണത്? ഇത് വൈലത്തൂർ തങ്ങൾ പാപ്പയെ പറയണത്. വൈലത്തൂർ തങ്ങൾ പാപ്പയാണ് പറയണത്. ആരെ പറ്റിയിട്ട്? ഈ കോമാട്ടുചാലിൽ അബ്ദുള്ളാനെ പറ്റിയിട്ട്. അഥവാ നൗഷാദ് ഷെയ്ഖാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. എന്നാൽ ഇനി ബാക്കിയും കൂടി കേൾക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഓറും എല്ലാ മശായിഖന്മാരും പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആരെക്കൊണ്ട്? ബഹുമാനപ്പെട്ട ഹസനി ഉസ്താദിനെ കൊണ്ട്. അത് ഔലിയാക്കള് വല്ലാത്തൊരു ഭാഗ്യം തന്നെ. ഹസനി ഉസ്താദിന്റെ ഭാഗ്യം. വല്ലാത്തൊരു ഭാഗ്യം തന്നെ ഹസനി ഉസ്താദിന്റെ ഭാഗ്യം. അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളെയും മഹാന്മാരെയും നിർദ്ദേശത്തിൽ നോട്ടത്തിൽ. എന്തിനാണ് ഹൈവാൻ എങ്ങനെ പറയണേ? അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെയും മറ്റുള്ളവരുടെയും നോട്ടത്തിലാണ് ഓൻ പറയണതെന്ന്. എന്തിനാ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണേ? ജനങ്ങളെ നല്ല നല്ല മനുഷ്യന്മാരെ എന്ത് ഔലിയാക്കന്മാരുടെയും എന്ത് മഹാന്മാരുടെയും നോട്ടത്തിലാണ് ഈ പിന്നെ നൗഷാദ് സംസാരിക്കുന്നത്? പാച്ച തോന്നിവാസം എന്നല്ലാതെ പാച്ച തെറി ആലിമീങ്ങളെ വിളിച്ചു വരാം. അതിന് ഔലിയാക്കന്മാർ പിന്നെ ഇറങ്ങിക്കണത്, ഔലിയാക്കന്മാർ ഇറങ്ങിക്കണ ആലിമീങ്ങളെ തെറി പറയാനാ? ഔലിയാക്കന്മാർ ഇറങ്ങിക്കണ ആലിമീങ്ങളെ തെറി പറയാനാ? എവിടുന്നാ അജ് വരുന്നത്? എനിക്ക് ജാ ആദ്യം നടത്തിയ ആ വിസ കച്ചവടം നടത്തിയ പോരേനു. ഇതിങ്ങനെ സംസാരിക്കാൻ പറയാൻ ഒരു ഭാഗ്യം കിട്ടുക അത് നല്ലത് തന്നെയാണ്. ആലിമീങ്ങളെ തെറി പറയാൻ നല്ല ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ വല്ല കിട്ടൽ തന്നെയാണ്. കാരണം എന്താ അറിയോ? അത് ഇബിലീസു തരീക്കത്തുനിന്നേ കിട്ടുള്ളൂ. ഇബിലീസു തരീക്കത്തുനിന്നേ ആലിമീങ്ങളെ തെറി പറയാൻ കിട്ടുള്ളൂ. അത് ഉറപ്പാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇബിലീസു തരീക്കത്തിലായി കഴിഞ്ഞാൽ, ഇബിലീസു ഷെയ്ഖായി കഴിഞ്ഞാലേ പിന്നെ ആലിമീങ്ങളെ തെറി പറയും. അതിൽ യാതൊരു തർക്കമല്ല. അതൊരു വല്ലാത്ത കഴിവാണ്.
അത് സമ്മതിക്കേണ്ട കഴിവ് തന്നെയാണ്, വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. ആലിമീങ്ങളെ തെറി പറയാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കഴിവാണ്. കാരണം ഹലാലായ ജന്മത്തിലുണ്ടായ ഒരാൾക്കും കഴിയാത്തൊരു കഴിവാണ് നൗഷാദ് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇബ്ലീസ് ഉദരീഖത്തിൻ്റെ ശേഖന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. ഇനിയിപ്പോ എല്ലാവരും കൂടി ശ്രമിച്ചാലും തൽക്കാലം നടക്കൂല. ഇല്ല, സമസ്തൻ്റെ ആളുകളെല്ലാവരും കൂടി പിന്നെ ശ്രമിച്ചാലും അത് നടക്കൂല. കാരണം അതിന് ആളെ കിട്ടൂല, അത് വില പോകില്ല, അതിന് ആയുസ്സും ഉണ്ടാവില്ല. ആലിമീങ്ങളങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനേ അതിന് 2 സമസ്തക്കാരെയും കിട്ടൂല. കാരണം അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു, അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇന്ന് എല്ലാവർക്കും അവർക്കുള്ള ഇൽമുകളും വിവരങ്ങളും ഒക്കെ വിരൽത്തുമ്പിലൂടെയാണ്. ഓരോരുത്തർ പറയുന്നതും കാട്ടുന്നതും അപ്പക്കപ്പളെ കാണുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് ബാംഗ്ലൂർ എയർപോർട്ടിൽ പിന്നെ ഫോണമ്മ കളിച്ചു തീർക്കുന്നത്, കണ്ടത്, കിട്ടിയതും ഒക്കെ. കാരണം അത് പറയിപ്പിക്കുന്ന ആളുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും പറയല്ലേ. അത് പറയിപ്പിക്കുന്നത് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരല്ല, അത് പറയിപ്പിക്കുന്നത് ഇബിലീസിൻ്റെ മക്കളാണ്. ഇബിലീസിൻ്റെ മക്കളാണത് പറയിപ്പിക്കുന്നത് മുഴുവനും. ഔലിയാക്കന്മാർ അങ്ങനെ വല്ലാഹി വല്ലാഹി സുമ്മ വല്ലാഹി ഒരു ഔലിയാവും അങ്ങനെ പറയിപ്പിക്കൂല. ഈ നൗഷാദി പറയുന്ന രൂപത്തിൽ ഒരു ഔലിയാവും പറയിപ്പിക്കൂല, വല്ലാഹി വല്ലാഹി, അതിൽ യാതൊരു അംശവുമല്ല. കാരണം ഓൻ പറയണെന്താ അറിയോ, പണ്ടൊരാൾ പറഞ്ഞ മാതിരി എൻ്റെ മകൻ സംസാരിക്കണ സമയത്തൊക്കെ വിക്കുണ്ട് പറഞ്ഞു. വിക്കാണ് സംസാരിക്കണം, സംസാരത്തിലൊക്കെ വിക്കുണ്ട് പറഞ്ഞു. സംസാരത്തിലുണ്ടല്ലോ ഒരു വിക്ക് വരില്ലേ, വിക്കുണ്ട് പറഞ്ഞു. അല്ലാത്തുമ്പോഴോ സംസാരിക്കാത്തുമ്പോൾ വിക്കില്ല. ചങ്ങായിയെ സംസാരിക്കുമ്പോൾ തന്നെ വിക്കുണ്ടാവുള്ളൂ, സംസാരിക്കാത്തുമ്പോൾ എന്തത് വിൽക്കാണ്ടാവുക എന്നതുപോലെ ഇവൻ്റെ ഓരോ കാര്യങ്ങൾ വേണ്ടാത്ത മുസീബത്താണ് ഇറ്റങ്ങളെ കൊണ്ട്. എന്നിട്ട് ഓനെ വലിയ സംഭവമാക്കാൻ ഔഷാദിനെ. ആനക്കള്ളൻ ഇബിലീസിൻ്റെ മോനാണോ? ാണല്ലോ ഓർ ഈ സദസ്സ് പറഞ്ഞ് ഐസന് 2 വാക്ക് പറയട്ടെ. ഓർ ഈ സദസ്സ് പറഞ്ഞ് ഐസന് 2 വാക്ക് പറയട്ടെ. ഓറ് അറിയണ ആരോ പിന്നെ നമ്മളെ വടിത്തങ്ങളെ പറ്റിയിട്ടേ ഓറ് പിന്നെ 2 വാക്ക് പറയട്ടെ. ഓറിപ്പോൾ ഇതൊന്നും കേൾക്കണുണ്ടാവില്ല, ചിലപ്പോൾ ഇവൻ ഈ പറയുന്നതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. മൂപ്പര് എന്ന് പറഞ്ഞാൽ ഒക്കെ വൈരുദ്ധ്യമായ വാക്കുകൾ സംസാരിക്കുന്ന ഒരാളിൽപ്പെട്ട ആളാണ് തങ്ങൾ. കാരണം അയാൾ വേറൊരു ഹാലിലാണ്, വേറൊരു ലോകത്താണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം വേറൊരു ലോകത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പറയുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലതും മാറിക്കൊണ്ടിരിക്കും, പല കാര്യങ്ങളും മാറിയിരിക്കും. പല സിനിമാ നടന്മാരും സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ സമയമുണ്ടല്ലോ അയാൾ. സമയമല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ പറയല്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റൂല. കാരണം മൂപ്പരെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് അയവാൻ പ്രസംഗിക്കണേനെ കേട്ടിട്ടുണ്ടാവില്ല നൗഷാദ്. അപ്പോൾ ഓന് 2 വാക്ക് പറഞ്ഞോട്ടെ വിചാരിച്ചുകൊണ്ട് ഓന് സമയം കൊടുത്തതാ. ഇതന്നെ എല്ലാ മഹാന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നര കോമാടുവോ എനിക്കൊരു വർത്താനം കേൾക്കണോ? ഒരിക്കലും അതൊന്നും നടക്കാൻ പോണ കാര്യമല്ല. ഇനി വേറൊരു രസമുണ്ട്, ഇപ്പോൾ പുതിയൊരു ഷെയ്ഖ് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ അന്നെ വിടും കേട്ടോ നൗഷാദ് കോമാട, അന്നെ ചിലപ്പോൾ വിടാൻ സാധ്യത ഉണ്ട്. കാരണം ഇപ്പോൾ മഴ പെയ്യിപ്പിക്കുന്നതും അതുപോലെ തന്നെ സൂര്യൻ ഉദിപ്പിക്കുന്നതും അതുപോലെ ചന്ദ്രനെ ഉദിപ്പിക്കുന്നതും ഒക്കെ ഞാനാണെന്നും പറഞ്ഞിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അൻ്റെ മേലായിപ്പോൾ മേലായി ചീർച്ച് മനുഷ്യൻ്റെ ചീറിൻ്റെ നേരമ്പ അങ്ങോട്ട് പൊട്ടി. ആ ജാതി വർത്താനുള്ള ഒരാളുണ്ട്, അത് കണ്ടോക്ക നീ. ഇപ്പൊ മുഹമ്മദ് എന്ന് പറയുമ്പോ മനുഷ്യനല്ല. ആദ്യം മീം പൂർണ്ണതയ്ക്കാണ് മീം എന്ന് പറഞ്ഞത്. അതാ മുറബി എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ മുറബിയോ നിങ്ങളുടെ ഷേക്കോ നിങ്ങളുടെ വലികളോ നിങ്ങൾ കണ്ടില്ലേ? ഇതൊന്നും അല്ല ഞാൻ. അതുക്കും മേലെ എങ്ങനെയുണ്ട്? ഞാൻ നിങ്ങളെ മുറബിയോ മറ്റോ ഒന്നുമല്ല, ഞാൻ അതിക്കും മേലെയാണ്. അപ്പം നൗഷാദിൻ്റെ ഷെയ്ഖ് മുറബിയും കുന്തവും കൊടിച്ചക്കറൊക്കെയാണല്ലോ പറഞ്ഞത്. ഇപ്പം ഇതിപ്പോൾ അവിടുന്ന് പിടുത്തം പൊട്ടു, ഞാൻ അതിക്കും മേലെയാണ് എന്നാ പറഞ്ഞത്. റബ്ബല്ലാലമീനായ തമ്പുരാൻ ഇനി എന്തൊക്കെ കാണാൻ കിടക്കണം. ഇവിടെയൊക്കെ പറഞ്ഞു കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ആ പ്രകാശമാണ്, ആകാശഭൂമിയെ പ്രകാശമായ അള്ളാഹുവാണ്. ഞാൻ ആകാശഭൂമിയിലെ പ്രകാശമായ അള്ളാഹുവാണ്. നൗഷാദേ ഇവിടെ ഒന്ന് പോയേക്കടാ.
ഇവിടെ നിന്ന് പോയൊക്കെ എന്നാൽ കോമാടനാണ് വീടാൻ വെക്കുന്ന. ഇനി ഇത് അതിന് അതിക്കും മേലെയാണിത്. ഇവിടെ ഒന്ന് പോയി നോക്കോണ്ടി. എന്നാൽ പിന്നെ എനിക്ക് കോമാടനാണ് വീട്. എന്നാൽ പിന്നെ അതിക്കും മേലേക്കാലോ. ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയതിനേക്കാളും വലിയ സംഭവമായിട്ട് എഴുതി എനിക്ക്. അതാണ് ഇവിടെ എല്ലാത്തിനും സൃഷ്ടിച്ചതും ഞാനാണ്. എല്ലാത്തിലൂടെ നിലനിന്ന് പ്രവർത്തിക്കുന്ന സകല ഓരോ നിമിഷവും നിങ്ങൾക്കിതാ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഊർജം, ആ സൂര്യൻ പ്രകാശിച്ച സൂര്യകിരണങ്ങൾ ആണ് ഇവിടെ വന്നുകൊണ്ട് നമ്മൾ പ്രകാശിച്ചുകൊണ്ട് എല്ലാം തന്നെ പരിപാലിച്ച് സംരക്ഷിച്ച് പോരുന്ന ഒരു പിതാവുണ്ട് സദാ. ആകാശമായ പ്രകാശമായ അള്ളാഹു, അവൻ തന്നെ ഇപ്പോഴും വെള്ളവും ഭക്ഷണവും തരിക മാത്രല്ല, നമ്മളെ ഇതാ സദാ നമ്മുടെയും പ്രചരിപ്പിച്ചുകൊണ്ട് നിലനിർത്തുന്നാരാ അവൻ തന്നെയാണ് കണ്ടുകൊണ്ട്. കൈകാലില്ലാതെ കണ്ണില്ലാതെ കാണുകയും കാതില്ലാതെ കേൾക്കുകയും കൈകാലില്ലാതെ പ്രവർത്തിക്കുകയും എല്ലാം പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്ന പ്രപഞ്ചനാഥൻ. എല്ലാരും കണ്ടതാ. മൂപ്പര് കണ്ടത്. അങ്ങനെ ഓരോരുത്തരും പറയും ഞാൻ കണ്ടു, ഞാൻ എനിക്കറിയാം. നിങ്ങൾ മാത്രം അങ്ങനെ പറയാൻ കഴിയുമെന്നറിയില്ല. അതെ, കഴിയാൻ വേണ്ടിയിട്ടുള്ള വന്നത്. അപ്പോ അവൻ ഏതായാലും ഇതൊരു പാടുണ്ട്. ഞാൻ കുറച്ച് തീരിട്ടു എന്നുള്ളൂ. അപ്പോൾ ഈ ചങ്ങായി അത്തരപ്പോൾ ഇവിടെ മഴ പെയ്യിപ്പിക്കുന്നത്, സൂര്യൻ ഉദിപ്പിക്കുന്നത്, ചന്ദ്രൻ ഉദിപ്പിക്കുന്നത്, അങ്ങനത്തെ ഒരു കഴിവുള്ള ആളാണ്. അപ്പോൾ പിന്നെ മുറബ്ബിയായ ഷെയ്ഖും അവിടുന്നൊക്കെ വിട്ടുപോയി. ഞാനൊക്കെ അതിക്കും മേലെയാണ് അങ്ങനെ പറഞ്ഞതിന് ഊഷോ. അങ്ങനെയാണ് ചേച്ചും കുഞ്ഞാമ്പതും പമ്പേഴ്സും കൂടി അവിടെ ഒന്ന് മുട്ടി നോക്ക്. അവിടെ ഒന്ന് മുട്ടി നോക്കിയാൽ നോക്ക്. കാരണം പമ്പേഴ്സിനെ കിട്ടൂല. പമ്പേഴ്സിനെ കിട്ടൂല അറിയാൻ കാരണം പമ്പേഴ്സിന് കോമാടനെ വിടാൻ കഴിയില്ല. കോമാട്ടിലെ ഔളനെ വിടാൻ കഴിയില്ല. കാരണം അളിയനല്ലേ, അളിയാക്കല്ലേ. അപ്പോൾ അളിയാക്കാൻ അങ്ങനെ പെട്ടെന്ന് വിട്ടുകാണ്ട് പെട്ടെന്ന് പോരുന്ന ഒരു ശരിയാവില്ല. അനക്ക് വേണമെങ്കിൽ ഒന്ന് വിട്ടുകാണ്ട് വേണമെങ്കിൽ ഒന്ന് പോയോക്കെ. കാരണം എന്നാൽ പിന്നെ കയ്യിലും വലിയ വർത്താനം പറയാം. ഇജിപ്പോൾ പടച്ചോനാണ് പിന്നെ മടവൂരെന്ന് പറഞ്ഞല്ലോ. അതിനിപ്പോൾ എല്ലാവരും ഇറങ്ങിയിരിക്കണ്, സകല ആൾക്കാരും ഇറങ്ങിയിരിക്കണ്. പെണ്ണും ആണും ഒരുപോലെ ഇറങ്ങിയിരിക്കണ്. ഇപ്പം ഇജ്ജ് അറിയപ്പെട്ടില്ലടാ. ഇജിപ്പോൾ ആരാ കേരളത്തിൽ അറിയിച്ച്? ഇജ്ജ് കേരളത്തിലെ സ്റ്റാറല്ലേ. ഇജിപ്പോൾ അറിയപ്പെട്ടു കേരളത്തിൽ.